2026 സംസ്ഥാനതല ഓണം വാരാഘോഷം വിളംബര ജാഥയ്ക്ക് തുടക്കമായി. ഓണം വാരാഘോഷ പബ്ലിസിറ്റി ചുമതലയുള്ള കാട്ടാക്കട MLA MR ബൈജുവിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടന്നു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. വിവിധ വേദികളിലായി സാംസ്കാരിക പരിപാടികളും കലാസന്ധ്യകളും അരങ്ങേറും. പരിസ്ഥിതി സൗഹൃദവും മാലിന്യരഹിതവുമായ രീതിയിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. സനിസ ശോഭാചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഇന്ന് വിളംബര റാലി നടക്കുകയാണ്. കാട്ടാക്കട MLA MR ബൈജുവിന്റെ നേതൃത്വത്തിലാണ് ഈ ഓണം വാരാഘോഷം പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് റാലി നടക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് സംസ്ഥാനത്തെ തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷ പരിപാടികൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി 24 മുതൽ 30 വരെ വിപുലമായ പരിപാടികളാണ് കനകക്കുന്നിൽ നടക്കാൻ പോകുന്നത്. വിവിധ വേദികളിലായി കലാപരിപാടികൾ, അതുപോലെ തന്നെ നഗരത്തിലാകെ ദീപാലങ്കാരം, അത്തരത്തിൽ ഓണത്തെ കളറാക്കിക്കൊണ്ട് എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം ടൂറിസം വകുപ്പിന്റെ കീഴിൽ നടക്കാറുണ്ട്. അതിന്റെ തുടക്കം ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഇന്നൊരു വിളംബര റാലിയാണ് ഇപ്പോൾ ഇതിലൂടെ നടന്നു പോകുന്നത്. ഓണം എങ്ങനെ കളറായിരിക്കുമോ ഇത്തവണയും? ഓണം ഉറപ്പായിട്ട് കേരളത്തെ ആകമാനം ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗം കൂടെയല്ലേ ഓണം. സ്വാഭാവികമായിട്ടും നല്ല പബ്ലിസിറ്റി, ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെയുണ്ടോ, നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെയുണ്ടോ അവരെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായി നടത്തുന്ന ഓണം വാരാഘോഷം തീർച്ചയായിട്ടും അതിഗംഭീരമായിരിക്കും. ചിങ്ങം 1 നാളെ. അപ്പോൾ മലയാളികളുടെ സന്തോഷം, അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന സമയം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സർക്കാർ ആഘോഷിക്കുകയാണ് എന്നുള്ളത് കൂടി ഈ പ്രത്യേകതയാണ്. ഹരിത ഓണമായിരിക്കും അല്ലേ? തീർച്ചയായും. അതെ, അത്തരത്തിൽ ഹരിത ഓണമായിരിക്കും ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. മലിനീകരണമില്ലാതെ നഗരത്തെ ആകെ ദീപാലങ്കാരത്തിൽ ആഴ്ത്തിക്കൊണ്ട് മനോഹരമായി കലാപരിപാടികളോടെ 24 മുതൽ 30 വരെ ഇവിടെ ആഘോഷമായിരിക്കും. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നാളെ ചിങ്ങം 1 ആയിരിക്കും. അത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരവും ഒരുങ്ങുകയാണ്. ക്യാമറ പേഴ്സൺ കൃഷ്ണപ്രസാദിനൊപ്പം സനിസ ശോഭാചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.